നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ശക്തികളിലൊന്നാണ് ഇന്ത്യ, അല്ലേ? അപ്പോ ഈ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന തന്ത്രപരമായ ആ ഒരു വഴികാട്ടിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോ ഇത്രയും സങ്കീർണമായൊരു ലോകത്ത് ഒരു രാജ്യം എങ്ങനെയാണ് സ്വന്തം വഴി കണ്ടെത്തുന്നത്? ഇന്ത്യയുടെ കാര്യത്തിൽ അതിന്റെ ഉത്തരം ഒരേ സമയം രണ്ട് പ്രധാന ദിശകളിലേക്ക് നോക്കുന്നതിലാണ്, അതും വളരെ തന്ത്രപരമായി. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം ഇന്ത്യയുടെ ഈ ഇരുദിശ നോട്ടം എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ അതിന്റെ രണ്ട് തൂണുകളായ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള നോട്ടത്തെപ്പറ്റി വിശദമായി സംസാരിക്കും. അവ തമ്മിലൊന്ന് താരതമ്യം ചെയ്യും. അവസാനം 21ാം നൂറ്റാണ്ടിൽ ഇന്ത്യയ്ക്ക് ഇതെത്രത്തോളം പ്രധാനമാണെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ശീതയുദ്ധം കഴിഞ്ഞതിനു ശേഷം ഇന്ത്യയുടെ വിദേശ നയത്തിലുണ്ടായ ഈ ഒരു വലിയ മാറ്റം, ആ ഇരട്ട ഫോക്കസ് തന്ത്രം, അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോ ഇന്ത്യയുടെ വിദേശനയം പ്രധാനമായും രണ്ട് വലിയ നയങ്ങളിലൂടെയാണ് മുന്നോട്ടു പോയത്. ഒന്ന് ലുക്ക് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കോട്ട് നോക്കുക. രണ്ട് ലുക്ക് വെസ്റ്റ് അഥവാ പടിഞ്ഞാറോട്ട് നോക്കുക. ഇത് വെറും പേരുകളല്ല കേട്ടോ. സാമ്പത്തികം, സുരക്ഷ, സംസ്കാരം, ഈ മേഖലകളിലെല്ലാം അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ വളരെ ആസൂത്രിതമായ ശ്രമങ്ങളായിരുന്നു ഇവ. ഇനി നമുക്കിതിലെ ആദ്യത്തെ തൂണിലേക്ക് വരാം, അതായത് ലുക്ക് ഈസ്റ്റ് നയം. ഏഷ്യയിലെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ കിഴക്കോട്ട് നോക്കിത്തുടങ്ങിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ലുക്ക് ഈസ്റ്റ് നയം തുടങ്ങുന്നത് 1991-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവു ആണ് ഇതിന് തുടക്കമിട്ടത്. പ്രധാന ലക്ഷ്യം തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായും ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തമാക്കുക എന്നതായിരുന്നു. ശരിക്കും ഇതൊരു അടിത്തറയിട്ട മാറ്റം തന്നെയായിരുന്നു. ഈ നയത്തിന്റെ വളർച്ച നോക്കുന്നത് വളരെ രസകരമാണ്. 1991-ൽ ലുക്ക് ഈസ്റ്റായി തുടങ്ങി. പിന്നെ 2010-ൽ ആസിയാൻ രാജ്യങ്ങളുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചതോടെ സാമ്പത്തിക ബന്ധങ്ങൾ ഒന്നുകൂടി ഉറപ്പിച്ചു. പക്ഷേ ഏറ്റവും വലിയ മാറ്റം വരുന്നത് 2014-ലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഈ നയം വെറുമൊരു നോട്ടത്തിൽ നിന്നു മാറി കൂടുതൽ സജീവമായ ആക്ട് ഈസ്റ്റ് നയമായി രൂപാന്തരപ്പെട്ടു. അതായത് വെറുതെ നോക്കി നിൽക്കുകയല്ല, കാര്യമായി ഇടപെടുക എന്ന നിലപാടിലേക്ക് ഇന്ത്യ മാറി. അപ്പോ എന്തായിരുന്നു ഈ കിഴക്കോട്ടുള്ള നോട്ടത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? ഒന്ന്, ആസിയാൻ രാജ്യങ്ങളുമായി സാമ്പത്തികമായി കൂടുതൽ അടുക്കുക. രണ്ട്, ആ പ്രദേശത്ത് ചൈനയുടെ സ്വാധീനം കൂടി വരുന്നതിനെ ഒന്ന് ബാലൻസ് ചെയ്യുക. അതുപോലെ ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ ഒരു പ്രധാന കളിക്കാരനായി ഉറപ്പിക്കുക എന്നതും ലക്ഷ്യമായിരുന്നു. ജപ്പാൻ, സൗത്ത് കൊറിയ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുമായി തന്ത്രപരമായ ബന്ധം വികസിപ്പിക്കാനും ഇത് സഹായിച്ചു. അപ്പോ ഇതൊരു സാമ്പത്തിക ആവശ്യം മാത്രമല്ല, ഒരു രാഷ്ട്രീയപരമായ ആവശ്യവും കൂടിയായിരുന്നു എന്ന് വ്യക്തം. ഇതിന്റെ ഒരു സാമ്പത്തിക വിജയം എത്രത്തോളമുണ്ടെന്ന് ഈ കണക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. $75 ബില്യൺ. ആലോചിച്ചു നോക്കൂ. 1992-ല് വെറും $2 ബില്യൺ ഉണ്ടായിരുന്ന വ്യാപാരമാണ് 2018 ആയപ്പോഴേക്കും $75 ബില്യൺ കുതിച്ചുയർന്നത്. അതൊരു ചെറിയ കാര്യമല്ല. അപ്പോ അതായിരുന്നു കിഴക്കോട്ടുള്ള നോട്ടം. ഇനി നമുക്ക് നേരെ തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് നോക്കാം. അവിടെ ഇന്ത്യയുടെ താൽപ്പര്യങ്ങളും നയങ്ങളും വളരെ വ്യത്യസ്തമാണ്. എന്തൊക്കെയാണവ എന്ന് നോക്കാം. ഇനി ലുക്ക് വെസ്റ്റ് നയം. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക, അതായത് മെന എന്ന് പറയുന്ന ആ ഒരു മേഖലയിലെ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ളൊരു തന്ത്രമാണിത്. ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട, അതേസമയം ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണിത്. എന്തുകൊണ്ടാണ് ഇന്ത്യ പടിഞ്ഞാറോട്ട് ഇത്രയധികം ശ്രദ്ധ കൊടുക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഊർജ്ജ സുരക്ഷയാണ്. ഇന്ത്യയ്ക്ക് വേണ്ട എണ്ണയുടെ വലിയൊരു ഭാഗം വരുന്നത് ഈ മെന മേഖലയിൽ നിന്നാണ്. പിന്നെ സാംസ്കാരികമായ ബന്ധങ്ങൾ. അവിടെയുള്ള ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും പരസ്പരം മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. അതോടൊപ്പം സുരക്ഷയുടെ കാര്യത്തിലുള്ള സഹകരണവും വളരെ പ്രധാനമാണ്. ഇസ്രായേൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവരുമായി ചേർന്ന് തീവ്രവാദം പോലുള്ള പ്രശ്നങ്ങളെ നേരിടാനും ഇന്ത്യ ശ്രമിക്കുന്നു. അപ്പോ കിഴക്കൻ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഊന്നൽ ഊർജ്ജത്തിനും സുരക്ഷയ്ക്കുമാണ്. ഇവിടെ ഈയൊരു വാചകം വളരെ പ്രധാനമാണ്. ഊർജ്ജസുരക്ഷ അതിന്റെ വിദേശ നയത്തിന്റെ ഒരു നിർണായക ഘടകമാണ്. ഇത് ശരിക്കും ലുക്ക് വെസ്റ്റ് നയത്തിന്റെ കാതൽ എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ തന്ത്രപരമായ ചിന്തയിൽ എത്രത്തോളം പ്രധാനമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശരി, അപ്പം നമ്മള് കിഴക്കോട്ടും നോക്കി, പടിഞ്ഞാറോട്ടും നോക്കി. ഇനി ഈ രണ്ട് നയങ്ങളെയും ഒന്ന് അടുത്തടുത്ത് വെച്ച് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഒരു പൂർണ്ണ ചിത്രം കിട്ടും.
ഈ പട്ടിക നോക്കൂ, ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്നുണ്ട്. ലുക്ക് ഈസ്റ്റ് അല്ലെങ്കിൽ ആക്ട് ഈസ്റ്റ് നയത്തിന്റെ ശ്രദ്ധ തെക്കുകിഴക്കൻ ഏഷ്യയിലും കിഴക്കൻ ഏഷ്യയിലുമാണ്. എന്നാൽ ലുക്ക് വെസ്റ്റ് നയത്തിന്റേത് മിഡിൽ ഈസ്റ്റിലും നോർത്ത് ആഫ്രിക്കയിലുമാണ്. സാമ്പത്തിക ലക്ഷ്യങ്ങൾ നോക്കിയാൽ കിഴക്കോട്ട് ആസിയാനുമായി കൂടുതൽ സഹകരിക്കാനാണ് ശ്രമം. പടിഞ്ഞാറോട്ട് ഊർജ്ജസുരക്ഷയും പങ്കാളിത്തവുമാണ് പ്രധാനം. ഇനി തന്ത്രപരമായ കാര്യങ്ങളെടുത്താലോ? കിഴക്ക് ചൈനയുടെ വളർച്ചയെ നേരിടണം, പടിഞ്ഞാറ് ഭീകരവാദവും മറ്റു സംഘർഷങ്ങളും നേരിടണം. കണ്ടില്ലേ എത്ര വ്യത്യസ്തമായ സമീപനങ്ങളാണെന്ന്? അപ്പോ ഈ രണ്ട് ദിശകളിലേക്കുമുള്ള നോട്ടത്തിൽ നിന്ന് നമ്മൾ എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? എന്തുകൊണ്ടാണിത് ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത്? ഇവിടെയാണ് ഇന്ത്യയുടെ വിദേശനയത്തിന്റെ ഒരു ഭംഗി. അതായത് ഇന്ത്യ ഒരൊറ്റ നയമല്ല എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഓരോ മേഖലയ്ക്കും അതിന്റേതായ വെല്ലുവിളികളും അവസരങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇതൊരു വളരെ ആധുനികവും പ്രായോഗികവുമായ സമീപനമാണ്. ഇതിലൂടെ ലോകവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. അപ്പോ ഇത് നമ്മളെ ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ലോകം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ശക്തികൾ വരുന്നു, പഴയ ബന്ധങ്ങൾ മാറുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ തന്ത്രപരമായ വഴികാട്ടിക്ക് നാളത്തെ വെല്ലുവിളികളെ നേരിടാൻ ഒരു പുതിയ ദിശ, ഒരു പുതിയ വടക്ക് കണ്ടെത്തേണ്ടി വരുമോ? അതൊരു ചിന്തിക്കേണ്ട ചോദ്യമാണ്.